രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഒരു ചരിത്ര വിജയം നേടാൻ പോവുകയാണ്. 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. 70% പഞ്ചായത്തുകൾ അന്ന് വിജയിക്കുകയുണ്ടായി. ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ്. ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിലടക്കേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് വൻതോതിൽ വലിയ ആളുകൾ ഇനി കുടുങ്ങേണ്ടിയിരിക്കുന്നു. അവരെത്ര വലിയവരാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരേണ്ടി വരും, നിയമത്തിന് മുമ്പിൽ വരും. തന്നെയുമല്ല, വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും? സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ UDFന് ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ശബരിമല ഒരു വലിയ വിഷയം തന്നെയാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണിത്. ഇനി നാളെ 10-ാം തീയതി ഞാൻ ഇത് സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടിയ വിവരങ്ങൾ SITക്ക് ഞാൻ നൽകുന്നതാണ്. നാളെ 11 മണിയോടുകൂടി എൻ്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും ഞാൻ SITക്ക് നൽകും. അവരെന്നെ വിളിച്ചിരുന്നു, ഞാൻ നാളെ ചെല്ലാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ ഞാൻ കൈമാറും.